Am I audible? കേൾക്കാമോ? പറയുന്നത് കേൾക്കാമോ? Yes, sir. You're audible. Okay. Should we wait a few minutes? Yeah, sure. So, good evening, all. So, it is my pleasure to introduce our esteemed mentor for today's session, Professor Jiku Thomas from St. Joseph College of Engineering and Technology, Pala. It is a privilege to have you with us today, sir. And I also welcome all the students attending the session. Over to you, sir. Okay. Am I audible, right? Yes, sir. Can you see my presentation? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എല്ലാവർക്കും മലയാളം ഓക്കെ ആണല്ലോ അല്ലേ? മലയാളം അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. സോ കമ്പൈലർ ഡിസൈൻ നമുക്കറിയാം 23-നാണ് എക്സാം അല്ലേ? ഇൻഫാക്ട് എല്ലാവരും പറയുന്നത് കമ്പൈലർ ഡിസൈൻ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് സബ്ജക്ട് ഈ സെമ്മിലെ അല്ലെങ്കിൽ മൊത്തത്തിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലെ ഹാർഡസ്റ്റ് സബ്ജക്റ്റ് ആണെന്നാണ് പറയാറുള്ളത്. ബട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇൻഫാക്ട് നിങ്ങൾ ഫ്ലാറ്റ് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഫ്ലാറ്റിനെ കമ്പയർ ചെയ്യുമ്പം കമ്പൈലർ ഒട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ ദോ ഇത് ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും പ്രോബ്ലം നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിറയെ തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇൻഫാക്ട് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നും ലാസ്റ്റ് മോഡ്യൂളിൽ നിന്നും ഈവൻ ഫോർത്ത് മോഡ്യൂളിൽ പോലും നിറയെ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നല്ല മാർക്ക് മേടിക്കാൻ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പോസിബിൾ ആണ്. അപ്പൊ ഞാൻ ഹലോ 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 ഞാൻ പറയുന്നതെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ അതോ എനി ഇഷ്യൂസ്? യെസ് യെസ് ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഈ ക്ലാസ് ജസ്റ്റ് 1 hour ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1 hour ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമേ ഞാനൊരു ക്യാൻ ഗീവ് യു ആൻ ഓവർവ്യൂ. ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു ഓരോ മോഡ്യൂൾസും ഒരു 10 minutes മാക്സിമം 15 minutes വെച്ച് നമ്മൾ കവർ ചെയ്യും. ലാസ്റ്റ് ഒരു 10 minutes വേണമെങ്കിൽ നമുക്കൊരു ഒരു 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 ക്വസ്റ്റ്യൻ സെഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിങ് എനിത്തിങ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ അപ്പൊ നമുക്ക് ഇൻഫാക്ട് ഫസ്റ്റ് മോഡ്യൂൾ തന്നെ നോക്കാം. അതായത് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ മെക്കാനിസം എന്ന് പറയുന്നത് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പൈലേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഈ എൻറ്റയർ മോഡ്യൂൾസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി നൈസ് ഇഫ് യു ടേക്ക് നോട്ട്സ്. ഞാനത് ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത് ആദ്യമേ തന്നെ ഈ പറയുന്ന കാര്യം ഒന്ന് ക്ലിയർ ആക്കിയേക്കാം. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് ഞാൻ ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. ഈ ഒരു 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 യെല്ലോ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം, സോ ദാറ്റ് യു ക്യാൻ പാസ്. അങ്ങനെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എബവ് 90 മാർക്സിന് എബവ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും ഷുവർ ആയിട്ടെങ്കിലും നോക്കിയിട്ട് പോകണം. അതായത് ഈ തന്നിരിക്കുന്ന എൻറ്റയർ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മോഡ്യൂളിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 7 ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ ഹലോ ഹലോ ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും മിസ്സായി പോയായിരുന്നോ? കണക്ഷൻ ലോസ് ആയിരുന്നു തോന്നുന്നു അല്ലേ? ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു.
ഓക്കെ. ഞാൻ പറഞ്ഞത് എവിടം വരെ പറഞ്ഞു എന്നുള്ളത് ഞാൻ ഈ മോഡ്യൂളിന്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞത് കേട്ടായിരുന്നോ? ഹലോ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞു എല്ലാ മോഡ്യൂൾസിനും വി വിൽ ടേക്ക് ഒരു 10 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് പോസിബിളി എത്രയാണോ നമുക്ക് മോഡ്യൂൾസിന്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഓരോ മോഡ്യൂൾസിനും കുറച്ച് ടൈം സ്പെസിഫൈ ചെയ്ത് മാറ്റി വെക്കാം. ദെൻ ഫൈനലി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം. ഞാൻ പറഞ്ഞു വന്നത്, അതിനകത്ത് ഓരോ മോഡ്യൂൾസിലും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് 7 ക്വസ്റ്റ്യൻ. ഈ 7 ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അതിനകത്ത് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആർ സോ ഇമ്പോർട്ടന്റ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെങ്കിലും പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ആവാം എന്നുള്ളതാണ്. ഒരു 90 മാർക്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഈ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ക്യാൻ ഗെറ്റ് എബവ് 90. ഓക്കെ. ഫസ്റ്റ് മോഡ്യൂൾ നോക്കാൻ നേരത്ത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്റെ കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്ന സാധനം തന്നെ ദ പ്രോസസ് ഇൻ ബിറ്റ്വീൻ കമ്പൈലിംഗ്, ഒരു കമ്പൈൽ ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത് വരെയുള്ള എൻറ്റയർ ഫേസസിനെയാണ് നമ്മൾ ഡിഫറെന്റ് ഫേസസ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് മോഡ്യൂൾസ് ആയിട്ട് ഈ സബ്ജക്റ്റിനകത്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത് വേരിയസ് ഫേസസ് ഓഫ് കമ്പൈലർ. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ വേരിയസ് ഫേസസ് ഓഫ് കമ്പൈലർ. കമ്പൈലർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ഡിഫറെന്റ് ഫേസസ്, ലെക്സിക്കൽ അനാലിസിസ്, സിന്റാക്സ് അനാലിസിസ്, സെമാന്റിക് അനാലിസിസ്. എല്ലാ ഫേസസും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കണം. എല്ലാ ഫേസസിനെ കുറിച്ചും ഒരു സ്മോൾ പാസേജ്, ഒരു 2-3 ലൈൻസ് എഴുതാനുള്ള ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. അത് മസ്റ്റ് ആണ്. അതെങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ ചോദിക്കാം. ഇൻ സിമ്പിൾ സെന്റൻസിൽ ചോദിക്കും, വാട്ട് ആർ ദ വേരിയസ് ഫേസസ് ഓഫ് കമ്പൈലർ എന്ന് പറഞ്ഞ് ഇല്ലുസ്ട്രേറ്റ് വിത്ത് എ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഈസി. ജസ്റ്റ് ഫേസസ് ഓഫ് കമ്പൈലർ പറയാം, ഏതൊരു ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുക, ആ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇൻ സർട്ടൻ കേസസ് ദേ വിൽ ഗീവ് യു, ലൈക്ക് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ആ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇൻ പൊസിഷൻ ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60 എന്ന് പറയുന്ന ആ ഒരു സെയിം എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾ പോലെയുള്ള സിമിലർ എക്സാമ്പിൾസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇഫ് യു സീ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കുറെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഫറെന്റ് ഫേസസ്, ഓരോ ഫേസിനകത്തും എന്താണോ വരുന്നതെന്നുള്ളത് നിങ്ങൾ ആ ഡയഗ്രത്തിനെ ഓരോ ഫേസും കഴിയുമ്പോൾ എന്താണെന്നുള്ള രീതിയിൽ വരച്ചു പോകുന്ന രീതിയിൽ ക്ലിയർ ആക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി സംവെയർ അറൌണ്ട് 10 മാർക്സ്, 8 മാർക്സ്, 7 മാർക്സ്. ഇപ്പം വളരെ ഒന്നും അറിയില്ലെങ്കിൽ പോലും കമ്പൈലറിന്റെ സെക്കൻഡ് മോഡ്യൂളിനെ കുറിച്ചും തേർഡ് മോഡ്യൂളിനെ കുറിച്ചും ഒന്നും അറിയെങ്കിൽ പോലും ജസ്റ്റ് തിയറി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതുള്ളൂ. സിമ്പിൾ ആയിട്ട് ആർക്കും പഠിക്കാവുന്നതുള്ളൂ. ദെൻ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. 3 മാർക്സിന് സ്ഥിരം കാണുന്നതാണ് ടോക്കൺസും പാറ്റേൺസും ലെക്സിംസിന്റെയും ഡെഫിനിഷൻ. 3 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ദേ വിൽ ആസ്ക് യു ഡെഫിനിഷൻ. 6 മാർക്കിനും ചോദിക്കാം, വിത്ത് സർട്ടൻ എക്സാമ്പിൾ നിങ്ങളോട് എഴുതാൻ പറയും. അങ്ങനെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം ആയിട്ട് അത് എഴുതിയേക്കണം. കാരണം ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന കാണാറുണ്ട്. ഹലോ, സാർ ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ പ്രസന്റേഷൻ? ഓക്കെ, ഫൈൻ. ഓക്കെ. സോ ഇനി അടുത്തത്, ഇനി ഈ പറഞ്ഞിരിക്കുന്നത് റിഗാർഡിങ് ഇൻപുട്ട് ബഫറിനെ കുറിച്ചും സിമ്പിൾ ടേബിളിനെ കുറിച്ചും ഒക്കെ സിമ്പിൾ ആണ്, തിയറി ആയിട്ട് ചോദിക്കുന്നതാണ്. 3 മാർക്സ് 6 മാർക്സിനൊക്കെ ചോദിച്ചേക്കാം. ഇൻപുട്ട് ബഫർ, സെന്റിനൽ എന്താന്നുള്ളതൊക്കെ ചോദിക്കും. ആ ഇൻപുട്ട് ബഫറിന്റെ സ്കീം എങ്ങനെയാണ്, 2 ബഫർ സ്കീം ഉണ്ട്. സിമ്പിൾ ടേബിളിനെ കുറിച്ചുള്ളത് ചോദിക്കും. അതൊക്കെ ചെറിയ പാരഗ്രാഫുകളേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ഓടിച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടാവുന്ന മാർക്കുകളാണ്. ഞാനത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ മഞ്ഞക്കളർ ഇടുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റിൽ അത് ചോദിക്കാറുള്ളതാണ്. ഇൻപുട്ട് ബഫർ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പറ്റുന്നവരെല്ലാവരും ആരും നോക്കാത്ത അത് ഈസിയാണ്. അതും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. ദെൻ ദീസ് ആർ ദ 2 ക്വസ്റ്റ്യൻസ്. വേറെ നിങ്ങൾക്ക് തിയറി ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്നത് കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. തിയറിയാണ് അതിനകത്ത് ലെക്സിക്കൽ ജനറേറ്ററും പിന്നെ പാഴ്സർ ജനറേറ്ററും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. തിയറിയാണ് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 7 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ദെൻ അനദർ തിങ്, ബൂട്ട് സ്ട്രാപ്പിംഗ് ചോദിക്കാറുണ്ട്. ബൂട്ട് സ്ട്രാപ്പിംഗ് ചിലപ്പം പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രോബ്ലം ആയിട്ട് ചോദിച്ചെന്ന് പറഞ്ഞാലും അത് വലിയ കോംപ്ലക്സ് ഉണ്ട്. ആ ടി ഡയഗ്രം ഒക്കെ ഒന്ന് വരച്ച് ഒന്ന് ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഗീവ് യു മാർക്സ്. ആ ഒരു ഐഡിയ എന്താണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റ്
എന്താണെന്ന് മനസ്സിലാക്കുക. അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലമായിട്ട് ചോദിച്ചെന്ന് പറഞ്ഞാലും സോഴ്സ് ലാംഗ്വേജ് ഏതാണ്, ടാർഗറ്റ് ലാംഗ്വേജ് ഏതാണ്, ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്, എങ്ങനെയാണ് ഒരു T ഡയഗ്രാം വരയ്ക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഓവറോൾ ഐഡിയ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഈവൻ അത് പ്രോബ്ലമായിട്ട് ചോദിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഒപ്പിച്ചു വെക്കാൻ പറ്റും. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. ബൂട്ട് സ്ട്രാപ്പിംഗ് പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇൻ കേസ് വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ലാത്ത എക്സാം ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പൊ അതും ഒന്ന് നോക്കേണ്ടതാണ്. ദെൻ ട്രാൻസിഷൻ ഡയഗ്രാംസ് ഉണ്ട്. ട്രാൻസിഷൻ ഡയഗ്രാംസ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധാരണ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ഐഡന്റിഫയറിന്റെ ട്രാൻസിഷൻ വരയ്ക്കാൻ ചോദിക്കും, അരിത്തമെറ്റിക് ഓപ്പറേഷൻ, റിലേഷണൽ ഓപ്പറേറ്റർ, അൺസൈൻഡ് നമ്പേഴ്സ്, ദെൻ കീവേഡ്സ്. നോക്കാൻ പറ്റുന്നവർ നോക്കിക്കോളാം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അതിനകത്ത് ഈ ഐഡന്റിഫയർ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. മറ്റേ റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. നോക്കാൻ പറ്റുന്നവർ നോക്കിക്കോളാം, മാർക്ക് കിട്ടുന്നതാണ്. അതും ചോദിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അറൌണ്ട് ഒരു 7 മാർക്സിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. 7 മാർക്സ് എന്നിട്ടേക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് തിങ് അതിനകത്ത് നോക്കാനുള്ള ലെക്സിക്കൽ അനാലിസിസ് എന്താണ്. ഒരു ഡയഗ്രം ഉണ്ട്, ലെക്സിക്കൽ അനലൈസിസ് എന്താണെന്നൊക്കെ ചോദിച്ച് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡെഫിനിഷനും പ്രിപ്പയർ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് യു മസ്റ്റ് പ്രിപ്പയർ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിനകത്ത് ഇൻഫാക്ട് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് എന്നതേലും ഇച്ചിരി ലോജിക്ക് യൂസ് ചെയ്യാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ ആ ബൂട്ട് സ്ട്രാപ്പിങ്ങിന്റെ ഒരു പ്രോബ്ലത്തിനകത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫേസസ് ഓഫ് കമ്പൈലർ അവരേതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ, ഇല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് തരുവാണെങ്കിൽ ആ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടിയുള്ള ലോജിക്ക് യൂസ് ചെയ്യണം എന്നുള്ളൂ. അല്ലാതെ ഇതിനകത്തു നിന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം തിയറി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണോ പറഞ്ഞത്? Shall we move to the second module? ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. ഇത് മാത്രം പഠിക്കണമെന്നല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഇതേലും പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി somewhere around നിങ്ങൾക്ക് ഒരു 90 above കിട്ടും, കൺഫേം ആണ്. If so, shall we move to the second module? Give me a confirmation. ഓക്കെ, I will share you this. ഞാൻ ഇതെല്ലാം കൂടെ ഒരു ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്. ആ ഡ്രൈവിൻ്റെത് നിങ്ങളിത് എഴുതാൻ വേണ്ടി നിങ്ങൾ സമയം കളയണ്ട. ഞാൻ പറയുന്നത് കേട്ടിരുന്നോണ്ടാ മതി. എഴുതാൻ വേണ്ടി നിങ്ങൾ സമയം കളയണമെന്നില്ല. ഞാൻ ഡ്രൈവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ ഡ്രൈവ് ഫുള്ള് ഷെയർ ചെയ്തേക്കാം. അതിന്റെ എനിക്കൊന്ന് അതിന്റെ പെർമിഷൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് ഐ വിൽ ഡു ഇറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ വി വിൽ മൂവ് ടു ദ സെക്കൻഡ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയാൻ, സെക്കൻഡ് മോഡ്യൂൾ ഇൻഫാക്ട് കുറെ പ്രോബ്ലംസ് വരുന്ന ഒരു മോഡ്യൂളാണ്. നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നവർക്ക് ഓക്കെ ആണ്, അല്ലാത്തവർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. കാരണം അതിനകത്തൊന്നും അധികം നമുക്കൊരു തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതിനകത്തും നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നല്ലപോലെ പഠിച്ച് കവർ ചെയ്യുക. പിന്നെ നമുക്ക് കുറെ പാഴ്സേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. പാഴ്സേഴ്സ്, ദെൻ ലെഫ്റ്റ് റിക്കർഷൻ റിമൂവൽ, ലെഫ്റ്റ് ഫാക്ടറിങ്, ഫസ്റ്റും ഫോളോ കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് വളരെ ബേസിക് പ്രോബ്ലം ആണ്. അതെല്ലാവർക്കും അറിയേണ്ടതാണ്. ഈവൻ ദോ അങ്ങനെ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് തിയറി ഓറിയന്റഡ് ആയിട്ട് പഠിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തേതാണ് ആംബിഗ്യസ് ആണോ അല്ലയോ എന്നുള്ളത്. ഗിവൺ ഗ്രാമർ ആംബിഗ്യസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അത് ഫ്ലാറ്റിൽ തൊട്ട് നിങ്ങൾ പഠിക്കുന്ന. പിന്നെ എലിമിനേഷൻ ചോദിച്ച് കാണാറുണ്ട്. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ പഠിച്ചോളൂ. എലിമിനേഷൻ സ്റ്റെപ്സ് ഉണ്ട്, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ ലാസ്റ്റ് മൊമെന്റിൽ അത് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നവർ എലിമിനേഷൻ പാർട്ട് വിട്ടോളുക. പിന്നെ ഈ സാധനം എറർ റിക്കവറി സ്ട്രാറ്റജീസ് ഇൻ പാഴ്സിങ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു റൈറ്റ് ദീസ് നെയിംസ്. ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് പാനിക് മോഡ് റിക്കവറി എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്ന സാധനങ്ങൾ ആ പേരേലും ഒന്ന് ഓർത്ത് വെച്ച് എഴുതിക്കോളുക. സോ ദാറ്റ് ഒരു ഓവറോൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാം. ജസ്റ്റ് അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് റിക്കവറി സ്ട്രാറ്റജീസ് ആണ്, അതൊക്കെ എന്നാന്നൊക്കെ ഉള്ളതൊന്നൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എഴുതാവുന്നതാണ്. ദെൻ ഈ റിക്കർസീവ് ഡീസന്റ് പാഴ്സർ ഉണ്ട്. ഒരു സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ചിട്ടുകൊണ്ട് നിങ്ങളോട് ചോദിക്കാറുള്ളതാണ്. ഫംഗ്ഷൻ വെച്ച് ചെയ്യാനുള്ളതുണ്ട്, അല്ലാതെ ചെയ്യാനുണ്ട്. മോസ്റ്റ് കേസസിൽ ഫംഗ്ഷൻ വെച്ചായിരിക്കും ചെയ്യേണ്ടത്. ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ട് ഇല്ല. എന്ന കേസിൽ ആ തന്നിരിക്കുന്ന ഗ്രാമറിനകത്ത് നിങ്ങൾ ആദ്യമേ ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യണം. ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ വെച്ചിട്ട് എത്ര ഫംഗ്ഷൻസ് റൈറ്റ് ചെയ്യാൻ പറ്റുമോ അത് ഇൻഫാക്ട് ക്ലാസ്സിൽ ടീച്ചേഴ്സ് നിങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതൊന്നും നിങ്ങൾ നോക്കണം. കാരണം
വലിയധികം തിയറി ഇല്ലാത്തതെന്ന് പറയാൻ, എന്നാൽ ഇച്ചിരി തിയറി ആണ് എങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഒരു ബാക്കിയുള്ള പാഴ്സനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലെങ്കിൽ പോലും ഈ ഒരു പാട്ടൊക്കെ നമുക്ക് തിയറി എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ അതും കൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. ദെൻ അതിനകത്ത് കൺഫേം ആയിട്ടുള്ളത് ഈ പാഴ്സിംഗ് അൽഗോരിതം, നോൺ റിക്കർസീവ് പാഴ്സിംഗ് അൽഗോരിതം ഉണ്ട്. ഒരു സിമ്പിൾ അൽഗോരിതം ഉണ്ട്. ഞാൻ തരുന്ന നോട്ടിനകത്ത് ആ അൽഗോരിതം കിടപ്പുണ്ട്. ആ സ്റ്റാക്കിനകത്ത് എങ്ങനെയാണോ പുഷും പോപ്പും ചെയ്യുന്നത്, ലോവസ്റ്റ് സ്റ്റാക്ക് എലമെന്റ് ഏതാണോ അതിനെ എപ്പോഴാണ് നമ്മൾ പുഷ് ചെയ്യേണ്ടത്, വെൻ ടു പോപ്പ്, വെൻ ടു റെഡ്യൂസ് എന്നൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ അൽഗോരിതം ഉണ്ട്. നോക്കാൻ പറ്റുന്നവർ നോക്കിക്കോളുക. ദെൻ ദീസ് 3 ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ഈ 3 കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ പാഴ്സേഴ്സിനെയും വളരെ ബേസ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് തിങ്, എപ്പോഴും ഡെഫിനിറ്റ് ചോദ്യമാണ്, ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ടാണ്, ലെഫ്റ്റ് റിക്കർഷൻ റിമൂവൽ, ഇല്ലെങ്കിൽ ലെഫ്റ്റ് റിക്കർഷൻ എന്താണെന്ന് ചോദിച്ചേക്കാം, ലെഫ്റ്റ് റിക്കർഷൻ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ തന്നിരിക്കുന്ന ഗ്രാമറിനകത്ത് ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. യു ക്യാൻ എക്സ്പെക്ട് സംവെയർ അറൌണ്ട് 3 മാർക്കോ 5 മാർക്കോ, ഈവൻ ദർ ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 7 മാർക്സ് വേണമെങ്കിലും ചോദിക്കാം. ദെൻ ലെഫ്റ്റ് ഫാക്ടറിങ് എന്താണ്, എങ്ങനെയാണ് ലെഫ്റ്റ് ഫാക്ടർ ഗ്രാമർ എഴുതുന്നത് എന്നുള്ളതും പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ദീസ് ആർ വെരി ബേസിക് തിങ്സ് ബിഫോർ എവറി പാഴ്സർ. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടന്റ്, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, ലെഫ്റ്റ് റിക്കർഷനും ലെഫ്റ്റ് ഫാക്ടറിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് സമയം അറിയാവുന്നവർക്ക്, അറിയത്തില്ലാത്തവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഒത്തിരി ടീച്ചേഴ്സ് ഒക്കെ വീഡിയോസ് അതിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഏതായാലും കുറച്ച് മാർക്കിൽ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് സ്കോർ ചെയ്യാതെ പാസ് ആകാന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ബാക്കിയുള്ളതൊന്ന് സ്കോർ ചെയ്യേണ്ടി വരും. അപ്പം ഡെഫിനറ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ലെഫ്റ്റ് റിക്കർഷൻ റിമൂവൽ എങ്ങനെയാണ്, ലെഫ്റ്റ് ഫാക്ടറിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് കാണും. അതൊക്കെ ഒന്ന് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. അറിയില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അറിയാവുന്നവർ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ദെൻ ഫസ്റ്റ് ആൻഡ് ഫോളോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന ടോപ്പ് ഡൗൺ പാഴ്സേഴ്സിനകത്ത് എല്ലാം ഫസ്റ്റ് ആൻഡ് ഫോളോ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പാഴ്സിംഗ് ടേബിളിന്റെ കൺസ്ട്രക്ഷനും എല്ലാം ചെയ്യേണ്ടത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദോസ് ഹു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ഇറ്റ്, ഏതെങ്കിലും രീതിയിൽ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ മോഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നിങ്ങൾ കവർ ചെയ്യണം. കാരണം ഏതൊരു പാഴ്സറാണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതെങ്കിലും ആ പാഴ്സറിനകത്ത് എല്ലാം ഫസ്റ്റും ഫോളോയുടെയും ഫംഗ്ഷനാലിറ്റി വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ അപ്പം പറഞ്ഞതും. പാഴ്സിംഗ് ടേബിൾ, അതായത് വലിയ പ്രോബ്ലം ആയിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാഴ്സിംഗ് ടേബിളിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഇതിനകത്തുനിന്ന് വരുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന നോൺ റിക്കർസീവ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗിന്റെ അൽഗോരിതം ചോദിച്ചേക്കാം, അതിന്റെ പാഴ്സിംഗ് ടേബിൾ ചോദിച്ചേക്കാം. അതെല്ലാം ഈ പറഞ്ഞ പ്രൊസീജിയർ തന്നെയാണ്. ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യുക, ലെഫ്റ്റ് ഫാക്ടറിന്റെ ഗ്രാമർ ആണോ എന്ന് നോക്കുക, എന്നിട്ട് അതിന്റെ ഫസ്റ്റും ഫോളോയും ബേസ് ചെയ്തിട്ട് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ അത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്, LL1 പാഴ്സിംഗ് ടേബിളിനകത്തും വരുന്നത്. അതുപോലെ തന്നെയാണ് എന്നാന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ്. അതിനകത്തും എല്ലാം ഈ പറഞ്ഞ ലെഫ്റ്റ് റിക്കർഷൻ റിമൂവൽ, ലെഫ്റ്റ് ഫാക്ടറിങ്, അതെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റും ഫോളോയും കണ്ടുപിടിക്കുന്നു. ഫസ്റ്റും ഫോളോയും കണ്ടുപിടിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഈ പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ എന്ന് പറഞ്ഞാലും അതും LL1 പാഴ്സിംഗ് ടേബിൾ എന്ന് പറഞ്ഞാലും ദേ ആർ ഓൾമോസ്റ്റ് സെയിം. ഇനിയും ഒരു ഗ്രാമർ LL1 ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെക്കാനിസം ഉണ്ട്. അതായത് നിങ്ങൾ പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പാഴ്സിംഗ് ടേബിളിൽ മൾട്ടിപ്പിൾ എൻട്രീസ് വരുവാണെങ്കിൽ അത് LL1ന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അത് LL1 ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതും ഒന്ന് കൺസിഡർ ചെയ്തോളുക. ഡെഫിനറ്റ് ആയിട്ടൊരു ചോദ്യമാണ്. will give you a grammar and they will ask you to check whether the given grammar is an LL1 grammar or not. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്, അതും നോക്കേണ്ടതാണ്. അതിനെല്ലാം നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്യാൻ അറിയണം, ലെഫ്റ്റ് റിക്കർഷൻ റിമൂവൽ, ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കാൻ അറിയാമായിരിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോളോ കിട്ടുന്ന സാധനത്തിന് പാഴ്സിംഗ് ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ട് അല്ല. വൺസ് പാഴ്സിംഗ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് മറ്റേ സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ ഒക്കെ മേ ബി ചോദിച്ചെങ്കിൽ അതും ചെയ്യേണ്ടതാണ് കേട്ടോ. ഇപ്പം അത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ദാറ്റ് പാഴ്സിംഗ് ടേബിൾ വരെ ഒന്ന് ഓവറോൾ റൈറ്റ് ചെയ്ത് വരുന്നതിനുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് യു ക്യാൻ സ്കോർ സംവെയർ അറൌണ്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മാർക്ക് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ അല്ലാത്തവർ, ഇതൊന്നും തൊടാത്തവർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നാ എടുക്കണം, ഈ ആംബിഗ്യൂസ് ആണോ അല്ലയോ എന്നുള്ളതും എറർ റിക്കവറി സ്ട്രാറ്റജീസും ഈ റിക്കർസീവ് ഡിസൈൻ പാഴ്സറും ഒക്കെ തിയറി ആയിട്ടുള്ളത് കൺഫേം ആയിട്ടും പഠിച്ചിട്ട് പോവുക. ദെൻ ആ പാഴ്സിംഗ് അൽഗോരിതം, നോൺ റിക്കർസീവ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് അൽഗോരിതം പഠിച്ചിട്ട് പോവുക. ബാക്കിയുള്ളത് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക എന്ന് പറയുന്നു. അതായത് ദോസ് ഹു ആർ എന്നാ പറയുന്നത്, പാസ് ആകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം
നോക്കുന്നവരുടെ കാര്യമായി പറയുന്നത്. അപ്പോൾ ഓക്കെ, ക്ലിയർ. സെക്കൻഡ് മോഡ്യൂളിനകത്ത് നമ്മൾ ഏറെക്കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് മോഡ്യൂൾ ഞാൻ പറഞ്ഞു, ഇൻഫാക്ട് സെക്കൻഡ് ആൻഡ് തേർഡ് മോഡ്യൂൾസ് ആർ വൺ ഓഫ് ദ എന്നാ പറയുന്നത് ഇച്ചിരി പാടായിട്ടുള്ള, പാടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ക്ലാസ്സിലാണെങ്കിലും ശ്രദ്ധിച്ചാൽ അറിയാം, ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 2 മോഡ്യൂൾ കവർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഇച്ചിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു. ഷാൽ വി മൂവ് ടു ദ തേർഡ് മോഡ്യൂൾ? ഒന്ന് കൺഫർമേഷൻ പറയുവാണെങ്കിൽ, അതോ ഇഫ് യു വാണ്ട് എനി മോർ ക്ലാരിഫിക്കേഷൻ യു ക്യാൻ ആസ്ക്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത മോഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ഗിവിംഗ് തംസ് അപ്പ്. ഓക്കെ, സോ തേർഡ് മോഡ്യൂളിലേക്ക് പോകാനായിരുന്നു. തേർഡ് മോഡ്യൂളിൽ ഞാൻ പറഞ്ഞു, തേർഡ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആണ്. ദേ ബിലോങ്സ് ടു പാഴ്സിംഗ് ആണ്, ഡിഫറെന്റ് പാഴ്സിംഗ്. അതിനകത്ത് മെയിൻലി നമ്മൾ LR പാഴ്സേഴ്സിനെ കുറിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് തിയറി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്, അതിനകത്ത് ഈ ഹാൻഡിൽ പ്രൂണിംഗ് എന്ന് പറയുന്ന 2 ടേമുകളുണ്ട്. എന്താണ് ഒരു ഹാൻഡിൽ? വെൻ റിഡക്ഷൻ ഹാപ്പൻ, എങ്ങനെയാണ് ഹാൻഡിൽ എന്നുള്ള ടേം വരുന്നത്, ഹാൻഡിൽ പ്രൂണിംഗ് ടെക്നിക്സ്, ഇല്ലെങ്കിൽ ഹാൻഡിൽ പ്രൂണിംഗ് എന്താണെന്നുള്ളതൊക്കെ 3 മാർക്കിന് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് നോക്കിക്കോളുക. ദെൻ ആ പാഴ്സറിനകത്ത് എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ പാഴ്സറിനകത്ത് നമ്മൾ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഷിഫ്റ്റ് റെഡ്യൂസ് ആണ്. അപ്പം സിംപിളി എന്താണ് ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ എന്ന് നിങ്ങൾക്ക് പറയാനാണെങ്കിൽ, സ്റ്റാക്കിൽ ഒരു തന്നിരിക്കുന്ന ഗ്രാമറിനകത്ത് ഷിഫ്റ്റും റെഡ്യൂസും വെച്ചിട്ടുള്ള സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. അത് വെച്ചിട്ടുള്ളത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി നിങ്ങൾക്ക് തരുന്ന ഗ്രാമറിനകത്ത് ഷിഫ്റ്റ് ചെയ്തും റെഡ്യൂസ് ചെയ്യുന്നതും, വെൻ ടു ഷിഫ്റ്റ്, വെൻ ടു റെഡ്യൂസ് ആൻഡ് വാട്ട് വിത്ത് എന്നാ വെച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഉള്ളത് വെച്ചിട്ടുള്ള മെക്കാനിസം, അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും അറിയെങ്കിൽ പോലും ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ എന്നുള്ള സാധനത്തിനകത്ത് നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാവുന്ന, സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, ഇൻപുട്ട് ബഫർ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റാക്ക് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ സ്റ്റാക്ക് റീഡ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസ് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് അതൊന്ന് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദെൻ അതിനകത്ത് തന്നെയുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റിനകത്ത് ഷിഫ്റ്റ് കോൺഫ്ലിക്റ്റും റെഡ്യൂസ് കോൺഫ്ലിക്റ്റും ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റും എന്നൊക്കെ പറഞ്ഞുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ആ കോൺഫ്ലിക്റ്റുകൾ എപ്പം വരുന്നു, അതെന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. തിയറിയാണ്, എടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ അടുത്തതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഉള്ളത് ഈ പറയുന്നതൊന്നും വലിയ ഐഡിയ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് എന്ന് പറയുന്ന സാധനം പഠിക്കാവുന്നതാണ്. അതിന്റെ പാഴ്സിംഗ് ടേബിൾ ഉണ്ട്. പാഴ്സിംഗ് ടേബിൾ അല്ല, ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ നിങ്ങൾ വരയ്ക്കും. ഓപ്പറേറ്ററിന്റെ പ്രസിഡൻസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഈക്വൽ പ്രസിഡൻസും ഹയർ പ്രസിഡൻസിലും ഒക്കെ വെച്ച് മറ്റേ ഗ്രേറ്റർ ദാൻ്റെ സൈനും ഡോട്ടും ഇട്ട് എഴുതുന്ന മെക്കാനിസം ഇല്ലേ, ആ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ വെച്ചിട്ടുള്ള പാഴ്സിംഗ് ചെയ്യുന്നത്, അതിന്റെ പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷൻ, അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. പിന്നെയാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള കാര്യം വരുന്നത്, നമ്മുടെ LR പാഴ്സേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. LR പാഴ്സേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് കാറ്റഗറി ഓഫ് പാഴ്സേഴ്സ് എന്ന് പറയുന്നത് LR0 ഉണ്ട്, SLR1 ഉണ്ട്, LALR1 ഉണ്ട്, CLR1. ഈ ഡയഗ്രാം ഞാൻ ജസ്റ്റ് എടുത്തിട്ടിരിക്കുന്നത് സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈ ആദ്യത്തെ 2 എണ്ണം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെന്നുള്ളൂ. ഈ 2 എണ്ണത്തിന്റെ ആദ്യത്തെ 2 എണ്ണം LR0യുടെയും SLR1ന്റെയും പാഴ്സിംഗ് ടേബിൾ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു നീഡ് ടു കൺസ്ട്രക്ട് സംതിങ് കോൾഡ് എസ്, അതിന്റെ പേരാണ് കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ്. ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റം. തന്നിരിക്കുന്ന ഗ്രാമറിന്റെ കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓഗ്മെന്റഡ് ഗ്രാമർ കണ്ടുപിടിക്കണം. ഓഗ്മെന്റഡ് ഗ്രാമർ കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ആ ഒരു ട്രാൻസിഷൻ വരയ്ക്കത്തില്ലായിരുന്നോ, കാനോണിക്കൽ കളക്ഷന്റെ ട്രാൻസിഷൻ വരയ്ക്കുന്നത് ഗോ ടു വെച്ചിട്ടും ആ ഒരു മെക്കാനിസം, ആ ട്രാൻസിഷൻ, അത് നിങ്ങൾ ഏതായാലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാഴ്സർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാനോണിക്കൽ കളക്ഷൻ നമുക്ക് ചെയ്യാതെ ഒരു നിർവാഹവും ഇല്ല. അപ്പം എല്ലാവരും ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് ഹൗ ടു കൺസ്ട്രക്ട് ദിസ് കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ്. LR0 ഐറ്റംസിന്റെ കാനോണിക്കൽ കളക്ഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് LR1 പഠിക്കാൻ വലിയ മാറ്റമൊന്നും വരില്ല. അതിനകത്ത് ചെറിയ ചെറിയ ഡിഫറൻസുകളേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ലുക്ക് ഹെഡ് കൺസിഡർ ചെയ്യേണ്ട കേസേ വരുന്നുള്ളൂ. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പാഴ്സേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ എന്നുള്ളതാണ്. എക്സാക്ട് ആൻസർ കിട്ടുന്നവർക്ക് മൊത്തം മാർക്ക് കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾ ആ പാഴ്സിംഗ് ടേബിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നു, ആ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾ ആ ഒരു കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഓർ LR1 ഐറ്റത്തിന്റെ ആ ഒരു ട്രാൻസിഷൻ വരയ്ക്കുന്നു, ഗോ ടു പ്രോപ്പർ ആയിട്ടൊക്കെ എഴുതിയിരിക്കുന്നു,
ടേബിളിനകത്തുള്ള എൻട്രീസ് ഒക്കെ ഏറെക്കുറെയൊക്കെ പ്രോപ്പറായിട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവര് നോക്കുന്ന സ്റ്റാഫ് ഒരു പാതി കൂടുതൽ മാർക്കും തരും. അപ്പം കുറച്ചൊന്ന് എഫേർട്ട് എടുക്കുക, കംപ്ലീറ്റ്ലി റൈറ്റ് ആക്കാൻ പറ്റുന്നവർ അങ്ങനെ റൈറ്റ് ആക്കുക, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പോസിബിളി ഇതിന്റെ മാർക്ക് കിട്ടും. ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയിട്ട് ഐ നോ ദിസ് ഇച്ചിരി സമയം എടുക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് അറൌണ്ട് 10 above ആയിരിക്കും ഡെഫിനറ്റ് ആയിട്ട്. അപ്പം ഈ കാനോണിക്കൽ കളക്ഷന്റെ ഈ കേസുകളൊന്നും നോക്കുക, സോ ദാറ്റ് യു ക്യാൻ കൺസ്ട്രക്ട് ഈ ടേബിളുകളെല്ലാം, നമുക്ക് പാഴ്സിംഗ് ടേബിളുകളെല്ലാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിനെല്ലാം ചെറിയ ചെറിയ ഡിഫറൻസുകളേ ഉള്ളൂ. ചെറിയ ഡിഫറൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് SLRും LALRും CLRന്റെ എല്ലാം പാഴ്സിംഗ് ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊന്നും നോക്കണം, ഈ കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസും കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR1 ഐറ്റംസും. ഓക്കെ, യെസ്. എന്താണ്, ആരോ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് പെട്ടെന്ന് ചോദിച്ചു. ഉണ്ടോ? അതർവൈസ് ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം, ഇടയ്ക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പം മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു, ഈ പാഠത്തിനകത്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന തിയറി ആയിട്ടുള്ളത് ഹാൻഡിൽ ട്യൂണിങ് എന്നാന്നുള്ളത് നോക്കിക്കോളുക. ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ എന്താണ്? ഷിഫ്റ്റ് റെഡ്യൂസ് മീൻസ് കോൺഫ്ലിക്ട് വൈൽ കൺസ്ട്രക്ഷൻ ഓഫ് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സേഴ്സ്, അതും നോക്കുക. അതെല്ലാം തിയറി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ദെൻ ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സർ, നിങ്ങൾക്ക് ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിന്റെ പാഴ്സർ ഉണ്ടാക്കാൻ വലിയ ഡിഫിക്കൽട്ട് ഇല്ല, കൺസിഡറിങ് അതർ ഗ്രാമേഴ്സ്. അപ്പൊ അത് നിങ്ങൾ കൺഫേം ആയിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 3 നിങ്ങൾ വന്നാൽ മിസ് ചെയ്യരുത്. ദെൻ അതർ ദാൻ ദാറ്റ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ LR പാസസ്, കാറ്റഗറി ഓഫ് LR പാസസ്, നിങ്ങൾക്ക് ഇൻഫാക്ട് പറയുവാണെങ്കിൽ SLR1ഉം LALR1ഉം CLR1ഉം മാത്രമേ ഉള്ളൂ. ഈ LR0 എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി മച്ച് സിമിലർ ടു ദിസ്. നമ്മൾ എപ്പോഴും LR0 വെച്ചാണ് പറയുന്നത്. ഈവൻ 2019 സ്കീമിലാണ് ഈ LR0 എന്ന് പറയുന്ന സാധനം എടുത്തു മാറ്റിയത്. ഒന്നുമില്ല, അതായത് കാനോണിക്കൽ കളക്ഷൻ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് LR0 തന്നെയാണ്. അപ്പൊ നിങ്ങൾ എക്സാം പോയിന്റിൽ SLR1ഉം LALR1ഉം CLR1ഉം ആണ്. അതിന് രണ്ടിനും മുന്നോടിയായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 2 എണ്ണം കൺസ്ട്രക്ട് ചെയ്യാനാണ് കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസിന്റെ കാനോണിക്കൽ കളക്ഷൻ എഴുതേണ്ടത്. രണ്ടാമത്തേത്, അതായത് LALRും CLR1ഉം LALR1ഉം CLR1നുമാണ് LR1 ഐറ്റത്തിന്റെ കാനോണിക്കൽ കളക്ഷൻസും വേണ്ടുന്നത് കേട്ടോ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് മാക്സിമം ഈ ട്രാൻസിഷൻ ടേബിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക, ശരിയാക്കാൻ മാക്സിമം ശ്രമിക്കുക. നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെ ചോദിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സമയർ അറൌണ്ട് 10 മാർക്സ്, എബൌട്ട് 10 മാർക്സ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതിനെ തുടർന്നിട്ട് വീണ്ടും വേണമെങ്കിൽ നമ്മുടെ സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ, ദേ വിൽ ഗിവ് യു എ സ്ട്രിങ്, ആ സ്ട്രിങ്ങിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാക്ക് എങ്ങനെയാണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതും ചോദിച്ചേക്കാം. ഇൻ കേസ് ചോദിച്ചെങ്കിൽ അത് മിസ് ചെയ്യരുത്. കാരണം ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിനകത്തൊക്കെ നിങ്ങൾ ചെയ്തത് അതേ മെക്കാനിസം തന്നെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഴ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ആ എഴുതുന്നതിനകത്തൊക്കെ ഉള്ളത് ചെറിയ വ്യത്യാസമുണ്ട്. തൊട്ട് ബാക്കിലെ നോക്കിയിട്ട് നിങ്ങൾ എന്നാ പറയുന്നത്, ആ നമ്പർ ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ചെറിയ മെക്കാനിസം ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിംഗ് തേർഡ് മോഡ്യൂൾ. ഓക്കെ ആണോ? Then if I see fourth module, in fact നിങ്ങൾക്ക് മാർക്ക് 4th and 5th are the 2 modules which നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺഫേം ക്വസ്റ്റ്യൻ ആണ്. സിൻടാക്സ് ഡിറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചേക്കാം, സിൻടാക്സ് ഡിറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് ചോദിച്ചേക്കാം. ഇൻ ഷോർട്ടിൽ നിങ്ങൾ SDD SDT എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അത് ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചേക്കാം, ഇല്ലെങ്കിൽ ഒരു സിമ്പിൾ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്റർ, ഇല്ലെങ്കിൽ ഒരു ഡെസ്ക് കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അത് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. 10 മാർക്സ് മിനിമം, 10 മാർക്സ് 7 മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. സോ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു SDD ഓർ SDT ഫോർ സിമ്പിൾ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്, ഇല്ലെങ്കിൽ ഒരു സിമ്പിൾ കാൽക്കുലേറ്ററിന്. കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, E = E + E, E × E - E സ്റ്റാർ E അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ്. അത് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതും നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്.
ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് സർട്ടൻ തിങ്സ് ലൈക്ക് കുറെ 2 മാർക്കിന് ചോദിക്കുന്ന നിറയെ കാര്യങ്ങളുണ്ട്. അനോട്ടഡ് പാർട്സ് ട്രീ എന്ന് ചോദിച്ചേക്കാം. അനോട്ടഡ് പാർട്സ് ട്രീക്ക് തന്നെ വേറൊരു പേരുണ്ട്, ഡെക്കറേറ്റഡ് പാർട്സ് ട്രീ, ഡിപ്പെൻഡൻസി ഗ്രാഫ്, അങ്ങനെയുള്ള കുറെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യേണ്ട, നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്കിക്കോളുക. ചോദിക്കാവുന്നതാണ് ഈ പറയുന്ന അനോട്ടഡ് പാർട്സ് ട്രീ എന്താണ്, അനോട്ടഡ് പാർട്സ് ട്രീയുടെ വേറൊരു പേരാണ് ഡെക്കറേറ്റഡ് പാർട്സ് ട്രീ, ഇല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്താണെന്ന് ചോദിക്കാം. ഡിപ്പെൻഡൻസി ഗ്രാഫ് ഒക്കെ വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഈ അനോട്ടഡ് പാർട്സ് ട്രീ എന്താണ്, സംവാട്ട് സിമിലർ ആണ്, ഇതിന്റെ എല്ലാ കൺസെപ്റ്റുകൾ സിമിലർ ആണ്. ഡിപ്പെൻഡൻസി ഗ്രാഫ് ആകുമ്പോഴത്തേക്കിന് ഡിപ്പെൻഡൻസി വരയ്ക്കണമെന്നുള്ളതാണ്, മറ്റേ അനോട്ടഡ് ആണെങ്കിൽ അനോട്ടേഷൻ ചെയ്തിരിക്കുന്നതാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ സംവെയർ അറൌണ്ട് ഈ SDT SDD ഒക്കെ പഠിച്ച സമയത്ത് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളതൊന്ന് റെക്കഗ്നൈസ് ചെയ്തെടുത്തോളുക. ദെൻ അതിനകത്ത് നിങ്ങൾക്ക് തിയറി ആയിട്ട് വീണ്ടും ചോദിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്താണ്, ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്താണ് എന്നുള്ളത് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്, ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്നുള്ളത് നോക്കുക. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എഴുതുമല്ലോ, SDDയും SDT ഒക്കെ എഴുതുന്ന ടൈമിൽ സെമാൻറ്റിക് ആക്ഷനും കൂടെ ചേർത്താണ് എഴുതുന്നത്. ആ സെമാൻറ്റിക് ആക്ഷൻ എഴുതുന്നതൊക്കെ എവിടെയാണ് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും തമ്മിലുള്ള ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ടേബിളുകളുണ്ട്. നോട്ടിനകത്ത് ആ ടേബിളുകൾ കാണും, ഇല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന നോട്ടിനകത്ത് കാണും. ആ ഡിഫറൻസുകളൊക്കെ നോക്കിക്കോണം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ് ചോദിക്കാറുള്ളതാണ്. അതിന്റെ തന്നെ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് S ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷനും L ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷനും. അതും സിമിലർ ആണ്, കുറച്ച് ഡിഫറൻസുകളുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കോളും. അതും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ദെൻ ദോസ് ഹു ആർ പ്ലാനിങ്, ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളുക. ടോപ്പ് ഡൗൺ ഇവാലുവേഷൻ ഓഫ് S ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ, ടോപ്പ് ഡൗൺ ഇവാലുവേഷനും ബോട്ടം അപ്പ് ഇവാലുവേഷനും ഒക്കെ ഉണ്ട്. അതിനകത്ത് പണ്ട് S ആട്രിബ്യൂട്ടും L ആട്രിബ്യൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം നിങ്ങളുടെ 19 റെഗുലേഷനകത്ത് ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് S ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ, S ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ. അതും നോക്കാൻ പറ്റുമെങ്കിൽ നോക്കിക്കോളുക. ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ചോദിക്കാറുള്ളതാണ്. ബട്ട് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും യു ക്യാൻ സ്റ്റിൽ സ്കോർ. അതിനകത്തുനിന്ന് മൊത്തം മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി തൊട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്യുവർ തിയറി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്നതാണ്. ഈ സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്ന് പറഞ്ഞതിനകത്ത് പ്യുവർ ആയിട്ടുള്ള തിയറിയാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സാധനം നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തോളുക. തിയറിയാണ്, സംവെയർ അറൌണ്ട് 7 മാർക്സ് അല്ലെങ്കിൽ മോർ ദാൻ 7 മാർക്സ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു തിയറി ഈ മോഡ്യൂളിനകത്ത് നിന്ന് വരുന്നത് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. നമുക്ക് 3 സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. സ്റ്റാറ്റിക് ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, ഹീപ്പ് ഉണ്ട്. അപ്പൊ ഈ 3ഉം നോട്ടിനകത്തുണ്ട്. ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയോളാം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കേണ്ട. എക്സാം പോയിന്റിൽ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാവുന്ന ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചോളുക. ഇൻഫാക്ട് ഈ ഒരു സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എക്സാം പോയിന്റിൽ പാസ് ആകുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കൂടുതൽ ഇൻ ഡെപ്തിൽ പഠിച്ചിട്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചോളുക. ഓക്കെ, ദെൻ അടുത്തത് അതിന്റെ തന്നെ ബേസ് ചെയ്ത് 3 മാർക്കിന് ചോദിച്ചേക്കാവുന്ന, അതായത് ഈ സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസിനകത്തുള്ള സ്റ്റാക്കും ഹീപ്പും അതുപോലെ ഇല്ലെങ്കിൽ സ്റ്റാറ്റിക്കും ഹീപ്പും ഒക്കെ തമ്മിൽ കമ്പാരിസൺ ആയിട്ട് ചോദിക്കാറുണ്ട് 3 മാർക്കിന് ആദ്യത്തെ പാർട്ടില്. അപ്പൊ അതും മിസ് ചെയ്യരുത്, കാരണം ഇത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ എഴുതിക്കൊണ്ടാൽ മതി. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. 3rd മോഡ്യൂളിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യല്ലാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ SDD or SDT ഫോർ എ സിമ്പിൾ ഡെസ്ക് കാൽക്കുലേറ്റർ എന്നോ ഇല്ലെങ്കിൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്നോ ഇല്ലെങ്കിൽ അവർ തന്നിരിക്കുന്നതോ എന്നതാണല്ലോ അത് ചെയ്യാൻ പറ്റണം. ദെൻ പിന്നെയുള്ള ഈ 2 ക്വസ്റ്റ്യനുകൾ, ഈ സ്റ്റോറേജ് അലോക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്, അതും ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്നുള്ളതും പ്യുവർ തിയറി ആണ്. ഇതൊന്നും അതായത് ബിഫോറും ആഫ്റ്ററും ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാപ്പാടം എടുക്കാവുന്നതുള്ളൂ. ക്ലിയർ? ദെൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഈ മോഡ്യൂളിൽ ഇനി അടുത്ത സെഷൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസിനകത്ത് ബേസിക്കലി നമുക്ക് 4 ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസ് ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന 2 എണ്ണം, ആദ്യത്തെ 2 എണ്ണം സിന്റാക്സ് ട്രീയും ഡാഗോ എന്ന് പറയുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നോൺ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനും 3 അഡ്രസ് കോഡ്. അപ്പൊ ഈ സിന്റാക്സ് ട്രീ നമ്മൾ നേരത്തെ തൊട്ട് പഠിക്കുന്ന സാധനമാണ്. സിന്റാക്സ് ട്രീ ഫ്ലാറ്റിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിന്റാക്സ് ട്രീ എന്ന് പറഞ്ഞ പാർട്സ് ട്രീ ഓർ സിന്റാക്സ് ട്രീ എന്ന് പറയുന്ന സാധനം അന്നും ഉള്ളതാണ്. അപ്പൊ ആ സിന്റാക്സ് ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഡാഗ് ഉണ്ട്. ഡാഗ് ഒരു സിന്റാക്സ് ട്രീയും ഡാഗിനെയും തമ്മിൽ ഡിഫർ ചെയ്യുന്നത് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ ചെയ്തിട്ടാണ് ഡാഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പൊ അതും ഡാഗും വരച്ചത് കാണും നിങ്ങൾ. വരച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അതൊന്ന് വരച്ചെടുക്കാൻ ശ്രമിക്കുക, പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണും. ഇല്ലെങ്കിൽ ദോസ് ആർ ഹാവിംഗ് മെറ്റീരിയൽസ് ക്ലാസ്സസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ളതൊന്ന് റിവിഷൻ ചെയ്താൽ മതി. അപ്പൊ ഈ 2 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്, സിന്റാക്സ് ട്രീയും ഡാഗും. ഇനിയും പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ്. ഇൻഫാക്ട് നിങ്ങൾ പോസ്റ്റ് ഫിക്സ് നേരത്തെ പല സബ്ജക്റ്റുകളിലും പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ സെമ്മിലാണെങ്കിലും സബ്ജക്റ്റുകളിൽ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ ഉണ്ട്. ആ സെയിം പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ തന്നെ ഇവിടെയും വരുന്നത്, അതും പഠിക്കാവുന്നതാണ്. ദെൻ 3 അഡ്രസ് കോഡ് ഉണ്ട്. 3 അഡ്രസ് കോഡ്, അതായത് തന്നിരിക്കുന്ന ഗ്രാമറിനെ എങ്ങനെയാണ് 3 അഡ്രസ് കോഡിലേക്ക് മാറ്റുന്നത്. 3 അഡ്രസ് കോഡിന് ഡിഫറെന്റ് വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അത് ക്വാഡ്രിപ്പിളും ട്രിപ്പിളും ഇൻഡയറക്ട് ട്രിപ്പിളും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം മീൻസ് അതിന്റെ ടേബിൾ വരയ്ക്കുന്നത്, എന്താണ് ക്വാഡ്രിപ്പിൾ, എന്താണ് ട്രിപ്പിൾ, എന്താണ് ഇൻഡയറക്ട് ട്രിപ്പിൾ, അതും നിങ്ങൾ നോക്കാവുന്നതാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജിനകത്ത് നിങ്ങൾക്ക് കൺഫേം ആയിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സിന്റാക്സ് ട്രീയും ഡാഗും നോക്കിക്കോളുക, വരയ്ക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഈ പോസ്റ്റ് ഫിക്സ് നോക്കാൻ പറ്റുന്നത് നോക്കിയോളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊന്ന് ഓടിച്ചിട്ട് നോക്കിയാലും പണ്ടത്തെ ഓർമ്മ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ദെൻ 3 അഡ്രസ് കോഡ്. 3 അഡ്രസ് കോഡിലെ ഡിഫറെന്റ് ടൈപ്സ്, എങ്ങനെയാണ് ഒരു 3 അഡ്രസ് കോഡ് എഴുതുന്നത്, അതിനകത്ത് 3 അഡ്രസ്സേ ഉള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിനകത്ത് ക്വാഡ്രിപ്പിളും ട്രിപ്പിളും ഇൻഡയറക്ട് ട്രിപ്പിളും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അത്, ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും അത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് 3rd മോഡ്യൂളിൽ നമുക്ക് മേജർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, 3rd അല്ല 4th മോഡ്യൂളിൽ. 4th മോഡ്യൂളിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ടില്ലാത്തത് ഞാൻ ഈ ഒന്നാമത് പറഞ്ഞ കാര്യം ഏതാണ്, SDD ഓർ SDT. ദെൻ ഈ പറഞ്ഞ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്, ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. ബട്ട് സ്റ്റിൽ മേജർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അതർ ഏരിയ എന്ന് പറയുന്നത് സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ട്, സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്, തിയറിയാണ്. ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്റർമീഡിയറ്റ് ലാംഗ്വേജിന് ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ്, സിന്റാക്സ് ട്രീ ഉണ്ട്, ഡാഗ് ഉണ്ട്, പോസിക്സ് ഉണ്ട്, 3 അഡ്രസ് കോഡ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കുക. ഈ പറഞ്ഞ 3 അഡ്രസ് കോഡിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ട്രിപ്പിൾ, ക്വാഡ്രിപ്പിൾസ് ഓർ ഇൻഡയറക്ട് ട്രിപ്പിൾസ്. തിങ്ക് യു ക്യാൻ, ഇതൊക്കെ സെൻസിബിൾ ആണല്ലോ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഈ എക്സാം പോയിന്റിന്റെ ലാസ്റ്റ് നൈറ്റില് നമുക്ക് ഇങ്ങനെയല്ലേ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക കേട്ടോ. ഓക്കെ, shall we move? Last module. Hello. Last module. നോട്ട്സ് ഷെയർ ചെയ്യാം. ഞാൻ ഒരു ഗൂഗിൾ മീൻസ് ഡ്രൈവിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഡ്രൈവ് ഞാൻ ആക്സസിബിൾ ടു ഓൾ ആക്കിയിട്ട് ഞാൻ ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രാൻസിഷൻ ഡയഗ്രാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂളിലെ ട്രാൻസിഷൻ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന നോട്ട്സ് ഞാൻ കാണിക്കാം. ആ നോട്ട്സിനകത്ത് മോഡ്യൂൾ നോട്ട്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നു. ഇൻഫാക്ട് നിങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും ഇത് പുതിയ സാധനമൊന്നുമല്ല, ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് അല്ല, ഇത് ഷെയർഡ് നോട്ടാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ട്രാൻസിഷൻ ഡയഗ്രാംസ് വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ട്രാൻസിഷൻ ഡയഗ്രാം ട്രാൻസിഷൻ ഡയഗ്രാം എന്താണെന്നുള്ളത് അറിയാം. വിത്ത് സ്റ്റാർട്ട് സ്റ്റേറ്റ് എങ്ങനെയാണ്, ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെയാണ്, ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, അക്സെപ്റ്റ് സ്റ്റേറ്റ് എന്താണ്, റിട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന സ്റ്റാർ ഇട്ട് എഴുതുന്ന മെക്കാനിസം. ഇതിപ്പോ ഒരു റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം തന്നിരിക്കുന്നത്. റിലേഷണൽ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതാ മെക്കാനിസം. ഇതിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലുള്ള ട്രാൻസിഷൻ ഡയഗ്രാംസ് ആണ് വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഐഡന്റിഫയേഴ്സ് ഉണ്ട്. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ ദേ ആർ വേരിയബിൾസ് അല്ലെ. വേരിയബിൾസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഫോളോഡ് ബൈ എനി നമ്പർ, എനിത്തിങ് ലൈക്ക് ലെറ്റർ ഓർ ഡിജിറ്റ് ആവാം. സ്റ്റാർ, അതായത് ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ലെങ്ത് എന്നുള്ള മീനിങ് ഐഡന്റിഫയറിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൺസൈൻഡ് നമ്പേഴ്സിന്റെയും സൈൻഡ് നമ്പേഴ്സിന്റെ ഒക്കെ ട്രാൻസിഷൻ ഡയഗ്രാം ഇങ്ങനെയുള്ളതാണ്. ഇത് ചോദിക്കാറുള്ളതാണ്, ഇത് നോക്കിക്കോളുക കേട്ടോ. സോ മോഡ്യൂളിനകത്ത് ഇത് ഷെയർഡ് ആണ്, നോക്കാം. ദെൻ വേറെ ഓക്കെ, ഞാനത് പറഞ്ഞു തീർക്കാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് മോഡ്യൂളും കൂടെ പറയാം. ലാസ്റ്റ് മോഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇൻഫാക്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് മോഡ്യൂൾ ഇതുപോലെ നിങ്ങൾക്ക് തിയറി ആയിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നിങ്ങൾക്ക്
മെയിൻലി ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. കോഡ് ഒപ്റ്റിമൈസേഷൻ 3 മാർക്കിന് എന്താണ് ഒപ്റ്റിമൈസേഷൻ, എന്താണ് നീഡ് ഫോർ ഒപ്റ്റിമൈസേഷൻ, അതെന്താന്ന് ചെറുതായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. മെഷീൻ ഡിപ്പെൻഡന്റ് ഒപ്റ്റിമൈസേഷന്, മെഷീൻ ഇൻഡിപെൻഡന്റ് ഒപ്റ്റിമൈസേഷന്, ലോക്കൽ ഒപ്റ്റിമൈസേഷന്, ഗ്ലോബൽ ഒപ്റ്റിമൈസേഷന്, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷന്. ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിക്കോളുക. ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന പോലൊക്കെ നോക്കുക. ഇതിനകത്ത് ഈ മെഷീൻ ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും ഒക്കെ അല്ലേ പോലും നിങ്ങളെ ഈ പറയുന്നതിനകത്ത് പലതിനകത്തും വരുന്നുണ്ട്. അതുപോലെ ഗ്ലോബലും ലോക്കലും ഒക്കെ പലയിടത്തും വരുന്നുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ഈ മോഡ്യൂളിനകത്ത് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ചോദ്യമാണിത്. പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ. പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ അത് പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷനെ ഡിഫറെന്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് എന്ന് പറഞ്ഞുകൂടാ ചോദിക്കാം. കോഡ് ഒപ്റ്റിമൈസേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇത് ഓൾമോസ്റ്റ് ഇതെല്ലാം സെയിം തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ടെക്നിക്ക് ഉണ്ട്. ഫംഗ്ഷൻ പ്രിസർവിംഗ് ട്രാൻസ്ഫോർമേഷനും ഉണ്ട്, ലൂപ്പ് ഒപ്റ്റിമൈസേഷനും ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ, കോപ്പി പ്രൊപ്പഗേഷൻ, ഡെഡ് കോഡ് എലിമിനേഷൻ, കോൺസ്റ്റന്റ് ഫോൾഡിങ് തിയറിയാണ്. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ തിയറി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. എങ്കിൽ പോലും കുറച്ച് ഐഡിയാസ് ഉണ്ട്, മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളൂ. ഓക്കെ, ദെൻ വാട്ട് എൽസ്? ദെൻ ആ പാഠത്തിനകത്ത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഇമ്പോർട്ടന്റ്. ദെൻ വാട്ട് എൽസ്? നിങ്ങൾക്ക് അതിനകത്ത് വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോഡ് ജനറേഷൻ അൽഗോരിതം ഉണ്ട്. കോഡ് ജനറേഷൻ അൽഗോരിതം ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതത്തിനകത്തുള്ള ഗെറ്റ് രജിസ്റ്റർ ഫംഗ്ഷനെ കുറിച്ചൊക്കെ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് തന്നിരിക്കുന്ന ഒരു 3 അഡ്രസ് കോഡിനെ നിങ്ങൾ ഒരു എന്നാ പറയുന്നത് മെഷീൻ കോഡിലേക്ക് എങ്ങനെയാണ് ഒരു കോഡ് ജനറേഷൻ അൽഗോരിതം വെച്ച് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ജനറേറ്റ് എ കോഡ് സീക്വൻസ് ഫോർ ആൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇതെല്ലാം കോഡ് ജനറേഷൻ അൽഗോരിതത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പം കോഡ് ജനറേഷൻ അൽഗോരിതം അതും ഇമ്പോർട്ടന്റ് ആണ്. കോഡ് ജനറേഷൻ അൽഗോരിതം റിഗാർഡിംഗ് കോഡ് ജനറേഷൻ അൽഗോരിതം എന്താണ്, അതിനകത്ത് വരുന്നതാണ് ഈ ഗെറ്റ് രജിസ്റ്റർ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ലാസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ലാസ്റ്റ് മോഡ്യൂൾ ഒന്നുകൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട്. നീഡ് ഫോർ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ ഡിപ്പെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് മെഷീൻ ഇൻഡിപെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ, ലോക്കൽ ആൻഡ് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ, ഓൾ ദോസ് തിങ്സ്. ത്രീ മാർക്കുകൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ കോഡ് ഒപ്റ്റിമൈസേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇതെല്ലാം ഓൾ ദ സെയിം. ഫംഗ്ഷൻ പ്രിസർവേഷൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് തിയറി ആയിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. ദെൻ ലാസ്റ്റിംഗ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ യു ഹാവ് ദിസ് കോഡ് ജനറേഷൻ അൽഗോരിതം. അതിന്റെ ഒരു അൽഗോരിതം ഉണ്ട്, സിമ്പിൾ അൽഗോരിതം ആണ്. ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ആസ്കിങ് കൺവേർഷൻ. ഒരു 3 അഡ്രസ് കോഡ് തന്നിട്ട്, ഇല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട്, ഇല്ലെങ്കിൽ അതിനെ 3 അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ നിങ്ങൾ ഈ പറയുന്ന ഒരു മെഷീൻ കോഡിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ യൂസിങ് ദിസ് കോഡ് ജനറേഷൻ അൽഗോരിതം, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ജനറേറ്റ് എ കോഡ് സീക്വൻസ് ഫോർ യുവർ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇതൊന്നും വലിയ ഡിഫിക്കൽട്ട് അല്ല. ഇതിന്റെയൊക്കെ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഓടിച്ചിട്ടൊന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാതെ മാർക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ദാറ്റ്സ് റിഗാർഡിങ് ഓവറോൾ ഐഡിയ റിഗാർഡിങ് ഓൾ മോഡ്യൂൾസ്. അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് ഈ നോട്ട് ഷെയർ ചെയ്യാം, നോട്ട് പ്ലസ് ദിസ്.
ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നൗ ഇറ്റ് ഇസ് സക്സസ്ഫുൾ ഫോർ യു. ആയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. ഒത്തിരി ചാറ്റിൽ ഒത്തിരി വന്ന് കിടപ്പുണ്ട്. ഇപ്പൊ എല്ലാം നോക്കിയിട്ട് പറയാൻ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഉള്ളെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഇതിനകത്ത് നിങ്ങൾക്ക് മോഡ്യൂൾ വൈസ് നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് മോഡ്യൂൾ 1, 2, 3, ദെൻ 4 ആൻഡ് 5. 4ലും 5ലും യു ഹാവ് മൾട്ടിപ്പിൾ നോട്ട്സ്. അതൊന്ന് നോക്കിക്കണ്ടാൽ മതി. അതുപോലെ 4ലും ഉണ്ട്. ദെൻ അതല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഹാവ് ഗിവൺ യു എ ക്വസ്റ്റ്യൻ ബാങ്ക്. ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതിനകത്ത് 2 എണ്ണം 2019 സ്കീമിന്റെ ആണ്, ബാക്കിയുള്ള 2 എണ്ണം ഓൾഡർ സ്കീമിന്റെ ആണ്. ബട്ട് സ്റ്റിൽ സിലബസിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പോസിബിളി ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് റെഫറൻസിന് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാം, മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. റിപ്പീറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലാം ചോദിക്കാറുള്ളത്. അപ്പം ഒന്ന് കോൺഷ്യസ് ആയിട്ട് എഴുതിയാൽ മതി. ഇനിയുള്ള സമയമാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ തിയറി ആയ മീൻസ് ഒന്നും അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ പോലും തിയറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. നോക്കിയിട്ട് പ്രോബ്ലം ആയിട്ടുള്ളത് മേ ബി നോക്കാൻ പറ്റുന്ന അത്രയും നോക്കുക. അല്ലെങ്കിൽ ഞാൻ ആ ഇമ്പോർട്ടൻ്റ് എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും എനി ഡൗട്ട്സ് റിഗാർഡിങ് എനിത്തിങ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ്. സർ, ഈ റിമൂവൽ ഓഫ് ആംബിഗ്വിറ്റി എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാമോ? ആംബിഗ്വിറ്റി റിമൂവലിന് ഒരു ആംബിഗ്വിറ്റി റിമൂവൽ ടെക്നിക്സ് ഉണ്ട്. മേജറായിട്ട് നിങ്ങൾ അത്ര ഒന്നും നോക്കാൻ പോകണ്ട. എനിക്ക് തോന്നുന്നത് ഈ ഒരു സിലബസിലാണ് ആംബിഗ്വിറ്റി റിമൂവൽ ടെക്നിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. നേരത്തെ ഒന്നും ആംബിഗ്വിറ്റി റിമൂവലിന്റെ ജസ്റ്റ് ചെക്കിങ് ആംബിഗ്വിറ്റിയെ ചോദിക്കാറുള്ളൂ. ആംബിഗ്വിറ്റി റിമൂവൽ ടെക്നിക്സ് ഉണ്ട്. അതാണ് രണ്ട് മൂന്ന് പോസിബിലിറ്റിയിലുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. പെട്ടെന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല ഐഡിയ. വീഡിയോസ് ആർ ദയർ, ഇല്ലെങ്കിൽ എന്റെ മെറ്റീരിയലുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. അതൊന്നും വലിയ കാര്യമായിട്ട് നോക്കാൻ നിൽക്കണമെന്നില്ല. ചെക്കിങ് വെതർ ആംബിഗ്യൂസ് ആണോ അല്ലയോ എന്നുള്ളതേ ചോദിക്കാറുള്ളൂ. ഏതോ ഒരു തവണ എങ്ങാണ്ടാണ് ഈ ചെക്കിങ് ആംബിഗ്വിറ്റി മീൻസ് റിമൂവൽ ഓഫ് ആംബിഗ്വിറ്റി ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഈ സെം എങ്ങനെയാലും നിങ്ങൾ കഴിവതും എല്ലാ സബ്ജക്ട്സും ക്ലിയർ ചെയ്യാൻ നോക്കണം കേട്ടോ. കാരണം ദിസ് ഈസ് യുവർ 6th സെം. ഈ സെമ്മില് ഈ സബ്ജക്റ്റ് നല്ല എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്യാൻ നോക്കണം. കാരണം അടുത്ത സെമ്മില് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ വരും. ഒന്നാമത് നമുക്കറിയാം മൊത്തത്തിൽ പ്ലേസ്മെന്റ് സിറ്റുവേഷൻസ് ഒക്കെ ഇച്ചിരി ഡൗൺ ആണ്. അപ്പം നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. പാസ്സാകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഒക്കെ പാസ്സാകുക, നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്നൊരു നല്ല മാർക്ക് മേടിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ലിങ്ക് ആക്സസിബിൾ ആണോ? മെറ്റീരിയൽസ് കൺഫർമേഷൻ പറയാമോ? ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന കയറാൻ പറ്റുന്നുണ്ട്. എനിത്തിങ് മീൻസ് സെന്റ് ജോസഫിന്റെ ഡൊമൈനിൽ നിന്ന് അല്ലാതെ കയറുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ്.
ഈ ലാസ്റ്റ് 2 മോഡ്യൂൾസ് നിങ്ങളൊന്ന് ഫസ്റ്റ് മോഡ്യൂൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാത്തത് അതായത് ലൈക്ക് സെക്കൻഡ് മോഡ്യൂളിന്റെ ലാസ്റ്റും തേർഡ് മോഡ്യൂളും പാഴ്സേഴ്സ് നിറയെ ഉള്ളതാണ്. അത് പോസിബിളി നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ ദോ അതൊക്കെ തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും നമുക്ക് സ്റ്റിൽ നമ്മൾ ചെയ്തത് കുറെയൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം അത് ജനറലി ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ചെയ്യാൻ. നമ്മൾ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എഴുതാനുള്ള ഒരു സെൻസിബിൾ ആയിട്ട് എഴുതുക ആൻസേഴ്സ്. കാണുന്നവർക്ക് എന്തോ അറിയാം, ഓവറോൾ ഐഡിയ ഉണ്ടായിട്ടാണ് എഴുതുന്നുള്ള രീതിയിൽ എഴുതാനുള്ള രീതിയിൽ ഒരു ശ്രമം നടത്തുക കേട്ടോ. ഐ തിങ്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ്. ഇപ്പൊ ആൾക്കാരെ ഏറെക്കുറെ ലീവ് ചെയ്യുവാണെന്ന് തോന്നുന്നു. അപ്പൊ താങ്ക് യു നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് വിഷസ്. എക്സാം നല്ലപോലെ എഴുതുക കേട്ടോ. താങ്ക് യു. Thank you, sir. താങ്ക് യു. ലീവ് ചെയ്യട്ടെ.